നമസ്കാരം. പേറ്റന്റുകൾ രണ്ട് രീതിയിലാണ് ശാസ്ത്രലോകത്ത് ചർച്ചയാവാറുള്ളത്. ഒന്ന്, മനസ്സിൻ്റെ ചിന്തകളുടെ ബുദ്ധിയുടെ ആഴത്തിലുള്ള വിനിയോഗം ആവശ്യമുള്ള ഗവേഷണങ്ങളെ വളരെ നിസ്സാരമായി കാണുന്നതാണ് എന്തിനും എല്ലാത്തിനും പേറ്റന്റുകൾ നൽകുന്ന രീതി എന്ന ഒരു വാദം ഉയരാറും. പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ സമ്പത്തും സമയവും വിഭവങ്ങളുമെല്ലാം ഗവേഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് പാശ്ചാത്യ സമൂഹം. അവിടെ ഈ പേറ്റന്റുകൾ ഈ രീതിയിൽ ഈ ഒരു വാദം പേറ്റന്റുകളുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. മറ്റൊരു വാദം എന്ന് പറയുന്നത് അത് കൂടുതൽ മത്സരക്ഷമത ഉയർത്തുമെന്നും കൂടുതൽ ആളുകളെ ഗവേഷണങ്ങൾക്ക് പ്രേരിപ്പിക്കുമെന്നൊരു വാദം മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഈ വാദത്തിനാണ് പലപ്പോഴും പ്രാമുഖ്യം ലഭിക്കുന്നത്. കാരണം ശാസ്ത്ര ഗവേഷണങ്ങൾക്കപ്പുറം കറിക്കൂട്ടുകൾക്കും ഒക്കെ ഭൗമസൂചിക മറ്റ് പദവികളൊക്കെ നൽകുന്ന ഒരു ശൈലി, ഒരു രീതി അനാരോഗ്യകരമായ മത്സരങ്ങൾക്കും പ്രാദേശികവാദത്തിനുമൊക്കെ ഒഴിവെക്കുമെന്നുള്ള ചിന്ത ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ആരോഗ്യകരമായ രീതിയിൽ മികവ് പുലർത്തേണ്ടതിനെക്കുറിച്ച്, മികവ് നിലനിർത്തേണ്ടതിനെക്കുറിച്ച്, അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തേണ്ടതിനെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്ഥിരമായി ഉയർത്തി വെക്കേണ്ടതിൻ്റെ ഒരു രീതി, ഒരു മാനസികാവസ്ഥ ലോകമെമ്പാടുമുള്ള എല്ലാ സമൂഹങ്ങളിൽ സൃഷ്ടിക്കുമെന്നുള്ള ഒരു ചിന്താഗതിക്കാണ് ഇവിടെയും പ്രാമുഖ്യം ലഭിക്കാറ്. നിങ്ങളുടെ വിഭവങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക, അതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാ ശേഷിയും അതിനെ ഉപയോഗിക്കുക എന്നുള്ളൊരു രീതി. അത് വ്യക്തിയോ സമൂഹമോ ഭരണകൂടമോ ആര് വേണമെങ്കിലും. ഇത് വലിയ രീതിയിലുള്ള പ്രകൃതിക്കും സമൂഹത്തിനുമൊക്കെ വലിയ രീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു നാടിൻ്റേത് മാത്രമായ ഒരു കാർഷിക രീതിയാവാം, അല്ലെങ്കിൽ ഒരു വന്യജീവി സങ്കേതമാവാം, അതുമല്ലെങ്കിൽ സവിശേഷമായ എന്തെങ്കിലും ഒരു പ്രകൃതിയുടെ എന്തെങ്കിലും സവിശേഷതയായിരിക്കാം. ഇതെല്ലാം നിലനിർത്തേണ്ടതിനെക്കുറിച്ച്, പ്രകൃതിയോട് ചേർന്ന് പോകുന്ന രീതിയിൽ നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് സമൂഹങ്ങളെ കാലാകാലങ്ങളെ ബോധിപ്പിക്കാൻ ഇത്തരം സൂചികകളും ഭൗമശാസ്ത്ര സൂചികകളും പേറ്റന്റുകളെല്ലാം വലിയതോളം സഹായകരമായിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത. ആ വസ്തുതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് എന്ന സാഹിത്യ നഗരത്തിലേക്ക് എത്തുന്നത്, യൂറോ കപ്പിലേക്ക് എത്തുന്നത്, സുനിൽ ഛേത്രിയിലേക്ക് എത്തുന്നത്, അമ്മ എന്ന സംഘടനയിലേക്ക് എത്തുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം സുനിൽ ഛേത്രിയുടെ വിരമിക്കണം. അതോടൊപ്പമാണ് നമ്മൾ 2020 ലോകകപ്പിലേക്ക് നീങ്ങുന്നത്. യൂറോ കപ്പും 2020 ക്രിക്കറ്റ് ലോകകപ്പും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പാണ് സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നായകൻ വിരമിക്കുന്നതും കോഴിക്കോട്ട് സാഹിത്യ നഗര പദവി ലഭിക്കുന്നതും അമ്മ എന്ന സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. വെസ്റ്റ് ഇൻഡീസിലെ, അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ലോകകപ്പിലെ വെസ്റ്റ് ഇൻഡീസിലെ ഒഴിഞ്ഞ ഗാലറികൾ വലിയൊരു വേദനയാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. ഇന്നും ഈ നിമിഷവും ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരുള്ള ഒരു സംവിധാനം, ഏറ്റവും നൈസർഗികമായി ഏറ്റവും വന്യമായി ക്രിക്കറ്റ് കളിക്കുന്നവർ ഇന്നുമുള്ള ഒരു സമൂഹത്തിന് കളിക്കാനും കളി കാണാനുമുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയൊരു ദൃശ്യമാണ് വെസ്റ്റ് ഇൻഡീസിലെ ഒഴിഞ്ഞ, അല്ലെങ്കിൽ ഏറെക്കുറെ ഒഴിഞ്ഞ സ്റ്റേഡിയങ്ങൾ നൽകിയത്. അതിൻ്റെ മറ്റൊരു വശമാണ് അമേരിക്കയിൽ നമ്മൾ കണ്ടത്.
ക്രിക്കറ്റ് എന്ന കളി ഏകദേശം 140 കോടി ജനങ്ങളുള്ള ബി സി സിയുടെ നയാവായ്പിലേക്ക് ചുരുങ്ങുന്നതിനെക്കുറിച്ചും അത് മറ്റു രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ചും ഇന്ത്യയുടെ ഒരു വലിയേട്ടൻ ശൈലി ഇന്ത്യ അവലംബിക്കുന്ന തോന്നലിനെക്കുറിച്ചുമുള്ള നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യുന്നു. അവിടെയാണ് അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിലേക്ക് ക്രിക്കറ്റിൻ്റെ പുതിയ രൂപമെത്തുന്നത്, വലിയ ജനകീയത ലഭിക്കുന്നത്. ഒരു സെക്കൻഡ് ഷോ കാണുന്ന ലാഘവത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ കളിയെ രൂപപ്പെടുത്തുമ്പോൾ ഒരു വിപണി അത് ഉയരുകയാണ്. ഒളിമ്പിക്സിലേക്ക് 2020 എത്തുകയാണ്. ഒരു വശത്ത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ തളർച്ച, ലോക ക്രിക്കറ്റ് ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ തളർച്ച, മറ്റൊരു വശത്ത് ക്രിക്കറ്റ് എന്ന 2020 ക്രിക്കറ്റ് എന്ന വിപണി തിരിച്ചറിയുന്ന അമേരിക്ക, ആ അമേരിക്കയിലൂടെ ആഗോള വേദിയിൽ എത്തുന്ന ക്രിക്കറ്റ്. അവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്തേണ്ടത്. 2020 എന്ന വേദിയിലേക്ക് എത്തുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിന് പുലർത്തുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് നിലനിർത്താൻ ICC പുലർത്തുന്ന സൂക്ഷ്മത, കണിശത, അത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഒരു തനതായ രൂപത്തെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ വാണിജ്യ സാധ്യതകൾ മറ്റു രീതിയിൽ തിരിച്ചറിയുന്ന ഒരു ICC പലപ്പോഴും, അല്ലെങ്കിൽ ആ ICC, ആ BCCIയുടെ ശൈലിയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യയിലെ കായിക രംഗത്ത് വിവിധ വിഭാഗങ്ങൾ കാണുന്നത്. അതിലൊന്നാമത്തെ ഹോക്കി. പഴയ ഒരു പ്രൗഢി, അല്ലെങ്കിൽ ഏകദേശം ഒരു അരനൂറ്റാണ്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം അവസാനിക്കുമ്പോഴും തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മത്സരിച്ചുകൊണ്ട് കാണികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വൻ ശക്തിയായി തിരിച്ചു വരാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ഹോക്കി കടന്നു പോകുന്നത് നമ്മൾ അറിയും. ഇത് ടെന്നീസിലും ഗുസ്തിയിലും കബഡിയിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മത്സരിച്ചുകൊണ്ട് മത്സരക്ഷമത നിലനിർത്തിക്കൊണ്ട് ഒരു കായിക സംസ്കാരം ഉയർന്നു വരുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. പലപ്പോൾ ടെന്നീസിനെ, ഇന്ത്യയിലെ ടെന്നീസ് കളിക്കാർ സിംഗിൾസിലല്ല ഡബിൾസിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു വിമർശനം വിജയമൃതാറ്റടക്കമുള്ള ആളുകൾ പറഞ്ഞു. എങ്കിൽ പോലും ഏഷ്യാഡിലല്ല ലക്ഷ്യം വെക്കേണ്ടത്, ഒളിമ്പിക്സോ ലോക ചാമ്പ്യൻഷിപ്പുകളോ ആണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ള ഒരു മാനസികാവസ്ഥ വലിയൊരളവോളം ഇന്ത്യൻ കായിക സമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സുനിൽ ഛേത്രിയിലേക്ക് പോകുന്നത്. ISL വലിയൊരു വിപണി തുറന്നിട്ടതിനെക്കുറിച്ചും ഇന്ത്യ എന്ന വിപണിയെക്കുറിച്ച് ഇന്ത്യക്കാർക്കില്ലാത്തതിനേക്കാൾ താല്പര്യവും ആകാംക്ഷയും ഫിഫയ്ക്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യും. അപ്പോഴും സുനിൽ ഛേത്രി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്കിവിടെ ഓർമ്മിക്കേണ്ടത്. പോർച്ചുഗലിലെ ഒരു ലീഗിൽ, 2nd ഡിവിഷൻ ലീഗിൽ കളിക്കാൻ പോയ സമയത്ത് ഇന്ത്യൻ ഒരു അന്താരാഷ്ട്ര കളിക്കാരനായ തനിക്ക് അനുഭവപ്പെട്ട അപകർഷതാബോധം, സാങ്കേതിക മികവിലും കായികക്ഷമതയിലും ഇന്ത്യൻ ഫുട്ബോൾ എത്രമാത്രം പിന്നിലാണ് എന്നുള്ള തിരിച്ചറിവിൽ വളരെ ആത്മാർത്ഥമായി സുനിൽ ഛേത്രി നടത്തിയ ഒരു പരാമർശം, ഒരു വെളിപ്പെടുത്തലെങ്കിലും തുറന്നു കുറച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 1.5 പതിറ്റാണ്ട് 2 പതിറ്റാണ്ട്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ഇന്നും അവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ബാർബഡോസിലെ ഒഴിഞ്ഞ സ്റ്റേഡിയങ്ങളിലേക്കും ഈ പേറ്റൻസിയിലേക്കും കോഴിക്കോട് സാഹിത്യ നഗരത്തിലേക്കും എത്തും. ISLലൂടെ വലിയ വിപണി ലഭിക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ചവർ അല്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര താരങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാനുള്ള കൈമാറ്റങ്ങൾ നടക്കാനുള്ള സാഹചര്യം ISL ഉണ്ടാകുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ മത്സരക്ഷമതയുള്ള രീതിയിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഉയരുന്നില്ല. ഇന്ത്യൻ ഫുട്ബോളിലെ ഷെഡ്യൂളുകൾ ആ രീതിയിലേക്ക് ഉയരുന്നില്ല. ഒമാനും ഇറാനും ഒമാനോ ഇറാനോ മാത്രമായി ഇന്ത്യയുടെ എതിരാളികൾ, അല്ലെങ്കിൽ ഒമാനോ ഇറാനോ പോലെയുള്ളവർ മാത്രമാണ് ഇന്ത്യയുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഇന്നും ഈ നിമിഷം. തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളുമായിട്ട് ബ്രസീലോ അർജന്റീനയോ ഇല്ലെങ്കിൽ അതേ നിലവാരത്തിലുള്ള മറ്റ് രാജ്യങ്ങളുമായി നിരന്തരമായി കളിച്ചുകൊണ്ട് കാലാവസ്ഥ കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും ശൈലി കൊണ്ടുമെല്ലാം വേറിട്ട് നിൽക്കുന്ന വിവിധ രാജ്യങ്ങളിൽ പോയി ഫുട്ബോൾ കളിച്ചുകൊണ്ട്
ഇന്ത്യൻ ഫുട്ബോൾ നിലവാരം ഉയർത്തേണ്ടതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ വലിയ അളവോളം നടക്കുന്നില്ലെന്ന് തന്നെ പറയാം. തങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള അതിശയോക്തി കലർന്ന കഥകളിൽ വിശ്വസിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് അന്താരാഷ്ട്രത്തിൽ നിരന്തരമായി ബന്ധപ്പെടേണ്ടത്, നിങ്ങളുടെ കളി മെച്ചപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ചിന്തിക്കേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ഈ നിമിഷം സുനിൽ ഛേത്രി വിരമിക്കലിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും മികച്ചതുമായി നിരന്തരമായ സമ്പർക്കത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നിലവാരമെടുത്താൻ കഴിയുക. ഇന്ത്യയുടെ അത്ലറ്റിക്കിലെ നേട്ടങ്ങളായാലും ഇന്ത്യൻ ക്രിക്കറ്റ് നേട്ടങ്ങളായാലും ഒരു 5 പതിറ്റാണ്ട് മുമ്പ് വരെ ഇന്ത്യയും ശ്രീലങ്കയും ഒക്കെ എന്തായിരുന്നു നമുക്കറിയാവുന്നത്. പക്ഷേ തുടർച്ചയായി അന്താരാഷ്ട്ര മത്സരം കളിക്കുന്നു. 1932 ടെസ്റ്റ് കളിക്കാൻ തുടങ്ങി ഇന്ത്യ. ഒരു ടെസ്റ്റ് ജയിക്കുന്നു 1952-ലാണ്. 1975, 80, പ്രത്യേകിച്ച് 83 ലോകകപ്പോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ ഒരു മികച്ച ശക്തിയായി വന്നിട്ടും വിദേശത്ത് ടെസ്റ്റ് പരമ്പര ജയിക്കാനും വിദേശത്ത് ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കാനും ഒക്കെ പിന്നെയും പതിറ്റാണ്ടുകളെടുത്തു, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് തുടർച്ചയായി ഈ ഘട്ടങ്ങളിലെല്ലാം അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരങ്ങൾ അല്ലെ അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി കളിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശ്രീലങ്കയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫാസ്റ്റ് ബോളിങ്ങിന് ഇപ്പോൾ വിരാട് കോഹ്ലി വന്നതോടുകൂടി ഫാസ്റ്റ് ബോളിന് അനുകൂലമായ പിച്ചുകൾ ഉണ്ടാക്കുന്നു. ഏറ്റവും ഒരുപക്ഷെ അതുകൊണ്ട് സംഭവിച്ചത് വളരെ എളുപ്പം സ്വന്തം നാട്ടിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഹോം ആൻഡ് എവേ സംവിധാനത്തിൻ്റെ പൂർണ്ണമായി ഉപയോഗിക്കുക എന്ന രീതി മാറ്റിയിട്ട് സ്വന്തം നാട്ടിലെ പിച്ചുകളിൽ അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാൻ പാകമുള്ള രീതിയിൽ ടീമിനെ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയാണ് പലപ്പോഴും കോഹ്ലിക്ക് ശേഷം കോഹ്ലി ഉപയോഗിച്ചത്. ആ രീതിയാണ് ഇപ്പോഴും ഇന്ത്യ തുടരുന്നത്. തുടക്കത്തിൽ അമ്പരപ്പിക്കുന്ന വിജയങ്ങൾ ഉണ്ടാവാതിരിക്കുകയോ പരാജയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ലോകത്തെ ഏറ്റവും അപകടകാരികളായ ഫാസ്റ്റ് ബോളർമാരുടെ പേരിലാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പാമ്പാട്ടികളെയും സ്പിൻ ബോളർമാരുടെയും നാട്ടിൽ നിന്നും ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ മികവിൽ മാത്രം മത്സരം ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരാൻ കഴിഞ്ഞത് തുടർച്ചയായി അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരങ്ങളിൽ ഏർപ്പെട്ടതുണ്ട്. ധൻരാജ് പിള്ളയ്ക്ക് ശേഷവും മികച്ച കളിക്കാർ ഇന്ത്യയിൽ വരാൻ കാരണം, ഇന്ത്യൻ ഹോക്കിയിൽ വരാൻ കാരണം തുടർച്ചയായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അന്താരാഷ്ട്ര ടൂർണമെൻറ്റിൽ കളിക്കുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെങ്കിലും തുടർച്ചയായി ടൂർണമെൻറ്റുകൾ സൗഹൃദ മത്സരങ്ങൾ പോലെയുള്ള സൗഹൃദ മത്സരങ്ങളോ മറ്റേത് പരമ്പരകളോ തുടർച്ചയായി കളിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവാരം ഉയർത്തേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. യൂറോ കപ്പും 2020 ലോകകപ്പും സുനിൽ ഛേത്രിയുമൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിലൂടെ മാത്രമാണ് നമുക്ക് നിലവാരം തുടർച്ചയായി ഉയർത്താൻ. പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ത്യൻ കായിക രംഗത്തുള്ളത്, ലോക കായിക രംഗത്തുള്ളത്. അതിൽ എണ്ണയുടെ കച്ചവടം തെളിയുന്ന ലോകകപ്പ് ആതിഥേയത്വമുണ്ട്. സെബ് ബ്ലാറ്റർ ഉണ്ട്, ടീന അംബാനി ഉണ്ട്, ജയ്ഷായ് ഉണ്ട്, ചെന്നൈ സിമൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത് ഏകപക്ഷീയമായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സംവിധാനം അന്താരാഷ്ട്ര ക്രിക്കറ്റിലും അന്താരാഷ്ട്ര ഫുട്ബോൾ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ അളവിൽ നമുക്ക് തിരിച്ചറിയാം. തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാനും കളിക്കാനുമുള്ള സാഹചര്യം ഈ രാജ്യങ്ങളിലും ഈ സംവിധാനങ്ങളിലെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുണ്ടാവാതെ വരുമ്പോൾ സംഭവിക്കുന്ന അപജയം നമുക്കിപ്പോൾ യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും നമുക്ക് കാണാൻ കഴിയും. കൊളംബിയോ പരാഗ്വയോ തളർന്നുപോയ ചെക്ക് റിപ്പബ്ലിക്കിനെ പോലെയുള്ള രാജ്യങ്ങൾ തളർന്നുപോയ യൂറോ കപ്പും കോപ്പ അമേരിക്ക അല്ലെങ്കിൽ എന്താ പറയുക പരാഗ്വയും കൊളംബിയൊക്കെ ദുർബലമായ ടീമുകളായി മാറിക്കഴിഞ്ഞാൽ, ടൂർണമെൻറ്റിൻ്റെ ഫലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ടീമുകളായി മാറിക്കഴിഞ്ഞാൽ പരാഗ്വയും കൊളംബിയൊക്കെയുമുള്ളൊരു കോപ്പ അമേരിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഹോളണ്ടിനും ശക്തി തെളിയിക്കാൻ കഴിയുന്നത് ശക്തന്മാരല്ലാത്ത യൂറോ കപ്പുമൊക്കെ
ഒരു 2 പതിറ്റാണ്ട് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ സിംബാബ്വൻ ക്രിക്കറ്റിലും ഒക്കെ സംഭവിച്ച പോലുള്ളൊരു ദുർവിധി മാറ്റി നിർത്തിയാൽ ഇത്തരം രാജ്യങ്ങളിൽ, ഇത്തരം ശക്തി കേന്ദ്രങ്ങളിൽ വരുന്ന വീഴ്ച അന്താരാഷ്ട്ര നിലവാരത്തേക്ക് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാത്ത, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരം നിലനിർത്താൻ കഴിയാത്ത കുറച്ച് ടീമുകൾ നമുക്ക് നൽകുന്ന ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ സംവിധാനത്തിൻ്റെ, ഒരു വലിയ വ്യവസ്ഥിതിയുടെ മനോഹാരിത അവിടെ ചോർന്നു പോകുന്നു. ബ്രസീലിലേക്കും അർജൻറ്റീനയിലേക്കുമായി ചുരുങ്ങുന്ന ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും ഇറ്റലിക്കും ജർമ്മനിക്കും ഫ്രാൻസിനും സ്പെയിനും അപ്പുറത്തേക്ക് പോകാത്ത യൂറോപ്യൻ ഫുട്ബോളുമെല്ലാം വലിയ രീതിയിൽ ഏകപക്ഷീയമാവുകയോ അല്ലെങ്കിൽ ആവേശം ചോർന്നു പോവുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ യൂറോ കപ്പിലെയും കോപ്പ അമേരിക്ക കാണാൻ കഴിയാറില്ല, ഒക്കെ കളികൾ നമുക്ക് കാണിക്കുന്നുണ്ട്. അവിടെയെല്ലാം തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാൻ കഴിയാത്ത, മത്സരക്ഷമത ഉയർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ലീഗ് ഫുട്ബോളിൻ്റെ കേന്ദ്രമായിട്ട് അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ മാറുമ്പോൾ യൂറോപ്യൻ ഫുട്ബോളിന് വലിയ രീതിയിലുള്ള നിലവാര ശോഷണം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു കേവലം ഒരു സാങ്കേതിക മികവിലേക്ക് മാത്രം ചുരുങ്ങുന്ന, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന കളി കാഴ്ചവെക്കാൻ കഴിയാത്തൊരു സംവിധാനമായിട്ട് യൂറോപ്യൻ ഫുട്ബോളൊക്കെ മാറും നമുക്ക് കാണാൻ കഴിയും. എംബാപ്പയെ പോലുള്ള വിരലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാറ്റി നിർത്തുക. അപ്പോൾ തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മികവുയർത്തുന്ന രീതിയിൽ പ്രകടനം നടത്താൻ കഴിയാത്തതിൻ്റെ അപര്യാപ്തത വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിലും കൊളംബിയയുടെയും പരാഗ്വേയുടെയും ഒക്കെ ഫുട്ബോളിൽ കാണാൻ കഴിയും. വെസ്റ്റ് ഇൻഡീസിനെ പോലെ ഒരു കാലത്ത് തങ്ങളുടെ കായിക രംഗം അടക്കി ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ പോലും ചെക്ക് റിപ്പബ്ലിക്കും പരാഗ്വയും കൊളംബിയയും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ഫുട്ബോൾ കളിച്ചിരുന്ന സംവിധാനം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഹോക്കിയിലേക്ക് എത്തുന്നത്. തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ത്യൻ കായിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതില്ലാത്ത ഒരേ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പേറ്റൻസിയിലേക്കും നിലവാരമൊരുത്തേണ്ടതിനെക്കുറിച്ചും നമ്മൾ കോഴിക്കോട് എന്ന സാഹിത്യ നഗരത്തിലേക്ക് എത്തുന്നത്. കോഴിക്കോട് എന്ന സാഹിത്യ നഗരം നമുക്ക് മുന്നിൽ തുറന്നിടുന്ന കുറച്ച് ചിത്രങ്ങൾ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ്വൽക്കരണം സംഭവിച്ചു കഴിഞ്ഞ ഒരു സമൂഹത്തിൽ കോഴിക്കോടിൻ്റെ സാഹിത്യ മേഖല പലപ്പോഴും നിഷ്പക്ഷത കൊണ്ടും സ്വാഭാവികത കൊണ്ടും വേറിട്ടുണ്ട്. മറ്റു പലയിടത്തുനിന്ന് വന്ന് കോഴിക്കോടുകാരായി മാറിയ പ്രമുഖ സാഹിത്യകാരന്മാരും സംസ്കാര പ്രവർത്തകരും എല്ലാം അടങ്ങുന്ന ഒരു വലിയ നിരയുള്ള കോഴിക്കോടിലേക്ക് നേരത്തെ പറഞ്ഞ ഒരു പേറ്റൻസി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു സൂചിക, നേരത്തെ പറഞ്ഞൊരു അംഗീകാരം, മറ്റുള്ളവയ്ക്കില്ലാത്ത ഒരു പ്രത്യേകതയുള്ള ഇടം ഒരു അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുമ്പോൾ അത് നമുക്ക് നൽകേണ്ട സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിക്കാൻ അവസരം കിട്ടാതെ പോയ സുനിൽ ഛേത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി മികവ് ഉയർത്തുന്നിടത്താണ് ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തനക്ഷമത നമ്മൾ വിലയിരുത്തുന്നത്. സാഹിത്യവും കലയുമെല്ലാം തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മികവ് ഉയർത്തേണ്ടതുണ്ടോ എന്നുള്ളത് വളരെ സ്വാഭാവികമായ വളരെ ശരിയായിട്ടുള്ള ചോദ്യം. എന്നാൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ പാൻ ഗ്ലോബൽ അല്ലെങ്കിൽ ഗ്ലോബൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകൾ എന്നുള്ള പേരിൽ അന്താരാഷ്ട്ര നിലവാരങ്ങൾക്കനുസരിച്ചുള്ള കഥയുണ്ടോയെന്നറിയില്ല, കഥകളും ശൈലികളുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു സംസ്കാരമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടെങ്കിലും കേരളത്തിലെ ചലച്ചിത്ര മേഖല നമ്മൾ കാണുന്നത്.
നമ്മളിത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. വിലക്കപ്പെട്ടതും മറഞ്ഞിരിക്കുന്നതും സ്വാഭാവികവും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതുമായ പ്രമേയങ്ങളിലൂടെ, അത്തരം പ്രമേയങ്ങളിലൂടെ തന്നെയാണ് എല്ലാ കലയും എല്ലാ കലാകാരന്മാരും കലാകാരികളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ചതും അല്ലെങ്കിൽ കാലാതിവർത്തിയാകുന്ന രീതിയിൽ അവരുടെ കഥകളും കവിതകളും നാടകങ്ങളും സിനിമകളുമെല്ലാം വിളഞ്ഞു നിൽക്കുന്നതും തെളിഞ്ഞു നിൽക്കുന്നതും. പ്രത്യേക ഒരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അത്തരമൊരു മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും കാണാൻ കഴിയുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കഴിയുന്ന, എല്ലാ ഭാഷക്കാർക്കും എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാരോടും എല്ലാ കാലഘട്ടങ്ങളോടും സംവദിക്കുന്ന രീതിയിലുള്ള കലാസൃഷ്ടികളല്ല കാലാധിപത്യമാവുന്നത്. വളരെ സ്വാഭാവികമായി വളരെ നൈസർഗികമായി ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന കലാരൂപങ്ങളെ, ആ കലാരൂപങ്ങളിൽ ഒരു തന്മയീഭാവം ദർശിക്കാൻ കാലത്തിന്, കാലഘട്ടങ്ങൾക്ക്, തലമുറകൾക്ക് കഴിയുന്നിടത്താണ് യഥാർത്ഥ കലയുണ്ടാകുന്നത്. സ്വന്തം ഇടവഴികളിലെ കഥ പറഞ്ഞവർ, സ്വന്തം നാട്ടിലേക്ക് ക്യാമറ ഊന്നിയവർ, ഈ കഥകളെല്ലാം തലമുറകൾക്കും കാലഘട്ടങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രമേയങ്ങളിലെ ആത്മാർത്ഥത കൊണ്ടും സ്വാഭാവികത കൊണ്ടും. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയല്ല, ഒരു പ്രവൃത്തിയാണ്, ഒരു യജ്ഞമാണ്. അതൊരു സാഹിത്യ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയിലേക്കോ കലാസൃഷ്ടിയിലേക്കോ വിളക്കി ചേർക്കേണ്ടതല്ല, ഒരു സംവിധാനത്തിൻ്റെ ദൗത്യമാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള സംവിധാനങ്ങളുമായി നിരന്തരം പരിചയപ്പെടേണ്ടതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നാൽ വിവർത്തകരും വിവർത്തനത്തിനുമെല്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. അന്താരാഷ്ട്ര സാഹിത്യ ചലച്ചിത്ര വേദികളിൽ രാഷ്ട്രീയത്തിന് സ്വാധീനമില്ലാത്തൊരു സംസ്കാരം ഇന്നും പാശ്ചാത്യ ലോകത്ത് നിലനിൽക്കുന്നു. ശക്തമായ നിരൂപണങ്ങളും ശക്തമായ വിമർശനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കേരളം എന്ന് പറയുന്നത് വളരെ വിദൂരമായൊരു ഇന്നലയിലേക്ക് മാറിക്കഴിഞ്ഞു. അത്ര ഒരു ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് വിവർത്തകർക്കും വിവർത്തനത്തിനും വിമർശകർക്കും വിമർശനത്തിനും സാഹിത്യ സാംസ്കാരിക ചലച്ചിത്ര വേദികളിൽ വലിയ പ്രാധാന്യം നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സാഹിത്യ നഗരമായി മാറിക്കഴിഞ്ഞ കോഴിക്കോടിൽ വെച്ച് സംസാരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന മാറ്റങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം അപ്പോഴാണ് ഉരുത്തിരിക്കുക. എന്നാൽ നമ്മൾ നേരത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെക്കുറിച്ച് പറഞ്ഞ പോലെ വലിയ രീതിയിലൊരു രാഷ്ട്രീയവൽക്കരണം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് വൽക്കരണം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ. അവിടെയാണ് നമ്മൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിലേക്ക് എത്തുന്നത്. ദിലീപും നാദൃഷയും രാഷ്ട്രീയ താല്പര്യങ്ങളും കച്ചവടവും ആൺപോരിമയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇപ്പോഴും അമ്മ എന്ന് പറയുന്നത്. എങ്കിൽ പോലും മറ്റ് ചലച്ചിത്ര മേഖലയേക്കാൾ കൂടുതൽ ജനാധിപത്യമുള്ള ഒരു സംവിധാനമാണ് മലയാളം എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു സുതാര്യമായ ഒരു സംവിധാനമൊന്നുമല്ല കേരളത്തിലെ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ തെരഞ്ഞെടുപ്പുകളിലോ സംവിധാനത്തിലോ ഉള്ളൂ. ദിലീപിൻ്റെ കേസോടത്ത് നമുക്കത് വെളിവാകും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം വന്നേക്കാം, സാമ്പത്തിക താല്പര്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പ്രാധാന്യം വന്നേക്കാം. എങ്കിൽ പോലും ഏകപക്ഷീയമായ രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള വലിയൊരു ഒരു 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 മികവ്, ഒരു ഗുണം, ഒരു നല്ലൊരു കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടനയിലും സംഘടന തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ കോഴിക്കോട് എന്ന സാഹിത്യ നഗരത്തിലേക്കും അത് കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക മേഖലകൾക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് ഒരു അനുകരണീയ മാതൃകയാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ സംവിധാനം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി. കേരളത്തിലെ സാഹിത്യ ചലച്ചിത്ര മേഖലകൾ മറ്റ് സാംസ്കാരിക മേഖലയുള്ളവർക്കെല്ലാം
സ്വന്തമായി പുതിയൊരു കൂട്ടായ്മ തുടങ്ങേണ്ടത് അനിവാര്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി. കാരണം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനത്തിൽ നിഷ്പക്ഷമായ സാധ്യതകൾക്കോ ചിന്തകൾക്കോ ഏതെങ്കിലും രീതിയിലൊരു വഴിയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ വിഭിന്ന ആശയങ്ങളുള്ള ആളുകൾ വരുമ്പോൾ നിഷ്പക്ഷരുണ്ടാവാം, ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തോട് താല്പര്യമുള്ളവരുണ്ടാവാം. എങ്കിൽ പോലും ഏകപക്ഷീയമല്ലാത്തൊരു രീതി വരുമ്പോൾ ഒരു പ്രത്യേക ശൈലിയിൽ ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും അമ്മയിൽ തന്നെ ഒരുപക്ഷെ പ്രമുഖ താരങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് വലിയൊരു അമ്മയെ പിന്നോട്ട് വയ്ക്കുന്നത്, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. അത് ചീത്തയോ നല്ലതോ എന്ന് ചോദിച്ചാൽ അത് നല്ലത് എന്ന് പറയുന്നത് ഏകപക്ഷീയമായ രീതിയല്ല. പണം ഭരിക്കുന്ന ആ രീതിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും, മാറ്റാൻ കഴിയും. പ്രത്യേകിച്ചും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മ്ലേച്ഛമാണ്, അപലപനീയമാണ്. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഏകപക്ഷീയമായൊരു സ്വഭാവം, ഏകപക്ഷീയമായ രാഷ്ട്രീയ സ്വഭാവം അതില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അവിടെയാണ് നമ്മൾ നിലവാരം ഉയർത്തേണ്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തുടർച്ചയായ നിലവാരം ഉയർത്താൻ ഏകപക്ഷീയമല്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു, തുറന്ന ഒരു സംവിധാനം തുറന്നൊരു സംവിധാനം വരേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ കോഴിക്കോടിൻ്റെ സാഹിത്യ നഗരമായി നമുക്ക് ലഭിക്കുമ്പോൾ, സാഹിത്യ നഗരം എന്ന മോഡിയിൽ നമ്മൾ കോഴിക്കോട്ടെത്തുമ്പോൾ അത് നമുക്ക് മുന്നിൽ തുറന്നിട്ടുള്ള സാധ്യതകളും വെല്ലുവിളികളും വിശകലനങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായി നിങ്ങൾക്ക് നിലവാരം പുലർത്താൻ കഴിഞ്ഞാൽ അതിന് വാണിജ്യ മുഖം നൽകേണ്ടതില്ല. ദൂരദർശനിലെ ടെലിഫിലിമുകളും സീരിയലുകളും സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളുമെല്ലാം ഇന്നലെകളിലായിരുന്നുവെങ്കിൽ അതിന്ന് നാളുകളിലേക്കാണ് യൂട്യൂബിലൂടെ പുറത്തു വരുന്നത്. തുടർച്ചയായ നിലവാരം ഉയർത്തുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു തലമുറ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന തലമുറ ഉന്നത നിലവാരം പുലർത്തിയ കലാ സാംസ്കാരിക ബിംബങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ, സൃഷ്ടികളെ തിരിച്ചറിയുന്നതിൻ്റെ തെളിവാണ് ദൂരദർശനിലെ ടെലിഫിലിമുകളും സാംബശിവൻ്റെ പ്രസംഗങ്ങളും സീരിയലുകളും. സ്വാഭാവികമായ താരതമ്യത്തിന് അത് വഴിവെക്കുന്നു. അവിടെ നിലവാരമുയർത്തുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. അത്തരം നിലവാരമുയർത്തൽ സംഭവിക്കുന്നത് ഏറെക്കുറെ അനിയന്ത്രിതമായ ഒരു സംവിധാനമുള്ളതുകൊണ്ട്. സെപ്ലാറ്ററുടെ കാര്യമെടുത്താലും ജയ്ഷയുടെ കാര്യമെടുത്താലും ഒളിമ്പിക് കമ്മിറ്റിയുടെ കാര്യമെടുത്താലും എല്ലാം കച്ചവടം അവിടെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. കച്ചവടത്തോട് ചേർന്ന് പോകുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പിടിയിലല്ല, വ്യക്തികളുടെ ജീർണതയാണ് അവിടെ മോഴ്ച നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തിരുത്താനുള്ള അവസരം നമുക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിലവാരമുയർത്തേണ്ടതില്ല. പേറ്റൻസിലും അല്ലെങ്കിൽ പേറ്റൻറ്റ് ലഭിക്കുന്നതും സൂചികളിൽ ഇടം പിടിക്കുന്നതും സാഹിത്യ നഗരമായിട്ട് വരുന്നതും ഒക്കെ അത് നമുക്ക് മുന്നിൽ നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നമ്മളൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മികവുയർത്തേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇടനാഴികളിൽ നിന്ന് സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും പിന്നോട്ട് നിൽക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയുള്ള ഇടങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ വരുന്നു, അവർ ലോകം കീഴടക്കുന്നു, അവർ നമുക്ക് മെഡൽ നേടിത്തരുന്നു. ഇത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ടെങ്കിലും ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ മികവ് പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം ഉരുത്തിരിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഒളിമ്പിക് മെഡലുകൾ, ലോക അത്ലറ്റിക് മീറ്റുകൾ, ഏഷ്യൻ ഗെയിംസിന് അപ്പുറത്തേക്ക് പോകണം എന്ന് ചിന്തിക്കാൻ ഓട്ടക്കാരെയും ടെന്നീസ് കളിക്കാരെയും ക്രിക്കറ്റ് കളിക്കാരെയും ഒക്കെ പ്രേരിപ്പിച്ചത് അവിടെയാണ് നേരത്തെ പറഞ്ഞ വിജയമുണ്ടാകുന്നത്. ഒരു ജ്ഞാനപീഠം ലഭിക്കുമ്പോൾ, ഒരു നോബൽ സമ്മാനം ലഭിക്കുമ്പോൾ, 83 ഇന്ത്യ വേൾഡ് കപ്പ് നേടുമ്പോൾ, ജയസൂര്യയിലൂടെ രണത്തുങ്കയിലൂടെ ശ്രീലങ്ക ലോകകപ്പ് ജയിക്കുമ്പോൾ, അതെല്ലാം അന്താരാഷ്ട്ര തലത്തിലുള്ള മികവ്
ഒരു സമൂഹത്തിൻ്റെ ചിന്തകളിൽ, പ്രതീക്ഷകളിൽ, സ്വപ്നങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയങ്ങളും പരാജയങ്ങളും ബഹുമതികളും എല്ലാം നമുക്ക് നൽകുന്നത് ഉത്തരവാദിത്തമാണ്. തുടർച്ചയായി മികവ് കൊടുക്കേണ്ടത്, തുടർച്ചയായി പോരാടേണ്ടത്, തുടർച്ചയായി ഏറ്റവും ഉയർന്ന തലത്തിൽ പരാജയപ്പെട്ടാലും നിഷേധിക്കപ്പെട്ടാലും പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അത് തെളിയിക്കും. ഒപ്പം രാഷ്ട്രീയത്തിൽ നിന്ന്, സംഘടിത താല്പര്യങ്ങളിൽ നിന്ന്, വ്യവസായ മോഹങ്ങളിൽ നിന്ന് ഒരു കച്ചവടമായി, ഒരു രാഷ്ട്രീയ ഉപാധിയായി കലയെ, കായിക രംഗത്തെ കാണുന്ന മാനസികാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം നമുക്ക് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കായിക സംവിധാനങ്ങൾക്ക് ഇന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അസ്വസ്ഥ ഉളവാക്കുന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കും. അതും ഒരു തിരിച്ചറിവാണ്. മാറാനുള്ള, പോരാടാനുള്ള ഊർജം, ആ ഊർജമാണ് തിരിച്ചറിവ്. നമുക്ക് മികവുയർത്തി പോരാട്ടത്തിനുള്ള